നമസ്കാരം. ഇറാനിൽ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ട് ഇപ്പോൾ 2 ആഴ്ചയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി മകൻ മുസ്തഫ ഖമേനിയെയാണ് അവിടുത്തെ പരമാധികാര സഭ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മുസ്തഫ ഖമേനി ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല. ഇയാൾക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് ഭാഗികമായി ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾ 2 കാലുകൾ നഷ്ടപ്പെട്ടതായും ആന്തരിക അവയവങ്ങൾക്ക് തന്നെ വലിയ തോതിൽ തകരാറ് സംഭവിച്ചു എന്നും ഇയാൾ കോമ സ്റ്റേജിലാണ് ഇപ്പോഴും കഴിയുന്നത് എന്നുമൊക്കെയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുസ്തഫയുടേതായി ഒരു പ്രസ്താവനയും പുറത്തു വന്നത്. ഇന്നലെ പ്രസ്താവന പുറപ്പെടുവിക്കാൻ തക്ക ആരോഗ്യ സ്ഥിതിയൊന്നും മുസ്തഫയ്ക്ക് ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റാരോ മുസ്തഫയുടെ പേരിൽ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയാണ് എന്ന്. ഇത് മിക്കവാറും ഇറാനിലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും ആയിരിക്കാം മുസ്തഫയുടെ പേരിൽ തയ്യാറാക്കിയത് എന്നുമാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇപ്പോൾ പുതിയൊരു നീക്കമുണ്ടായിരിക്കുന്നത് മുസ്തഫ ഖമേനിയെ കണ്ടെത്തുന്നവർക്ക് അമേരിക്ക വലിയ തോതിലുള്ള പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. $10 മില്യൺ മുസ്തഫയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്കായി അമേരിക്ക ഇനാമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 92.47 കോടി രൂപയാണ് ഇന്ത്യൻ കണക്കിൽ നമുക്കത് കണക്ക് കൂട്ടാവുന്നുള്ളത്. ഇത്രയും വലിയൊരു തുകയാണ് മുസ്തഫ ഖമേനിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്കായി അമേരിക്ക വാഗ്ദാനം ചെയ്യുന്ന തുക. മുസ്തഫ ഖമേനി മാത്രമല്ല, അയാളുടെ അതിവിശ്വസ്തന്മാരായ ആളുകളുടെയും വിവരങ്ങൾ എത്തിക്കുകയാണെങ്കിൽ സമാനമായ രീതിയിലുള്ള പ്രതിഫലം നൽകാം എന്നും അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്കും അമേരിക്ക പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് പ്രോഗ്രാം വഴിയാണ് ഈ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. മുസ്തഫ ഖമേനിയുടെ അടുത്ത അനുയായികളുടെയും ചിത്രങ്ങളും വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇതിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ചിത്രങ്ങൾ ലഭ്യമല്ലാത്ത ചിലരുടെ പേരുകളും കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയാണെങ്കിൽ കൃത്യമായി ഈ തുക നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് അമേരിക്ക ഇപ്പോൾ വാഗ്ദാനം നൽകുന്നത്. ഏതായാലും മുസ്തഫ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും കോമ സ്റ്റേജിൽ ആശുപത്രിയിൽ കഴിയുന്നു എന്നാണ് പറയപ്പെടുന്നത്. തന്നെ പരമോന്നത നേതാവാക്കിയതോ അല്ലെങ്കിൽ തൻ്റെ പിതാവും സഹോദരങ്ങളും കൊല്ലപ്പെട്ടതോ ഒന്നും തന്നെ ഇയാൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇപ്പോഴും അബോധാവസ്ഥയിലെത്തിയും തുടരുന്നു. കോമ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, മനുഷ്യ ശരീരം ഏതാണ്ട് ഒരു ശവശരീരത്തിന് തുല്യമായി അനക്കമില്ലാതെ അങ്ങനെ കിടക്കുകയാണ് ഈ മുസ്തഫ ഖമേനി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാളിനെ പിന്നെ എങ്ങനെയാണ് ഈ രാജ്യത്തെ നയിക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇറാനിൽ അവിടെ ഒരു പ്രസിഡന്റ് പേരിന് ആണ് ഉള്ളത്. പെഷസ്കിയാൻ അവിടുത്തെ പ്രസിഡൻ്റാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ യാതൊരു അധികാരവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ എല്ലാ കാര്യങ്ങളും, അതാണ് ജുഡീഷ്യറി മുതൽ സൈന്യത്തിൻ്റെയും നിത്യമുള്ള രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ എല്ലാം തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പരമോന്നത നേതാവാണ്. അങ്ങനെ ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയെ പരമോന്നത നേതാവാക്കി പ്രഖ്യാപിച്ചാൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുക എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇറാനിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിയന്ത്രിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും തന്നെ ഇറാനിലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എന്ന അവരുടെ സൈനിക വിഭാഗം തന്നെയാണ്. അതിലെ നേതാക്കന്മാരാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും പ്രഖ്യാപനം നടത്തുന്നതും യുദ്ധത്തിൽ എന്തൊക്കെ നയങ്ങൾ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും ഇറാനെ പരാജയപ്പെടുത്തുക, മുസ്തഫ ഖമേനിയെ ജീവനോടെ അല്ലാതെ പിടികൂടുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. മുസ്തഫ ഖമേനിയെ പിൻഗാമി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് അവർ ആരെ വേണമെങ്കിലും പിൻഗാമിയെ നിശ്ചയിച്ചോട്ടെ, ആരാണെങ്കിലും ഞങ്ങൾ അയാളെ വധിക്കുമെന്നാണ്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പുതിയ പിൻഗാമി ആരാണെങ്കിലും ഞങ്ങൾ അയാളെ സ്വസ്ഥമായി ഇരുന്ന് ഭരിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇയാളെ എന്ത് വില കൊടുത്തും കൊല്ലുക, അല്ലെങ്കിൽ ജീവനോടെ പിടികൂടുക എന്നുള്ളതാണ്. പക്ഷേ ഈ മനുഷ്യൻ ശരിക്കും മരണതുല്യനായി കിടക്കുക തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അയാളുടെ രൂപം വികൃതമായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അമേരിക്ക ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല, അവിടെ വരുന്ന മറ്റൊരു ചോദ്യം അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരം എപ്പോഴാണ് നടക്കുന്നത് എന്നാണ്. അതിനെക്കുറിച്ചും യാതൊരു കാര്യങ്ങളും ഇപ്പോഴും ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല. ഇതിന് പറയുന്ന ഒരു കാരണവും അയത്തുള്ള അലി ഖമേനിയുടെ ശരീരത്തിൻ്റെ ഏതാനും അവശിഷ്ടങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് എന്നാണ്. കാരണം അത്രയും വലിയൊരു സ്ഫോടനമാണ് അവിടെ നടന്നത്. വലിയ തോതിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഖമേനിയുടെ മൃതത്തിൻ്റെ ഏതാനും അവശിഷ്ടങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നും ഇനി അത് ഉപയോഗിച്ചിട്ട് വേണം സംസ്കാരം നടത്തേണ്ടത് എന്നും സംസ്കാരത്തിലെങ്കിൽ പങ്കെടുക്കേണ്ട കുടുംബാംഗങ്ങൾ പോലും പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല എന്നുള്ളതുമൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഇറാനിലെ നിലവിലുള്ള ഭരണ സംവിധാനത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്.